അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു കുറവും പറയാനില്ലാത്ത ഒരു കോളേജ് അധ്യാപിക. അത്യാവശ്യം സൗന്ദര്യമുണ്ട്, തരക്കേടില്ലാത്ത സാമ്പത്തികമുണ്ട്, ആരെയും ആകർഷിക്കുന്ന സ്വഭാവ വിശുദ്ധിയുമുണ്ട്. പക്ഷേ അവൾ അവിവാഹിതയായിരുന്നു. വൈവാഹിക ജീവിതത്തോട് അവൾക്ക് താല്പര്യമേ ഇല്ല. വീട്ടുകാരും കൂട്ടുകാരും കുടുംബജീവിതത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ മൗനമായിരുന്നു അവളുടെ ഉത്തരം. അങ്ങനെ ഇരിക്കെ തൻ്റെ സന്തത സഹചാരിയായ ഒരു സുഹൃത്ത് അവളെ സമീപിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? നിനക്ക് എന്തിൻ്റെ കുറവാണ്? കുടുംബത്തിലും വീട്ടിലും അതിനെപ്പറ്റിയുള്ള ചർച്ചയാണല്ലോ, അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കണം എന്നാവശ്യപ്പെട്ടു. ഉടനെ അധ്യാപിക ഒരു കഥ പറയും പോലെ തൻ്റെ വിഷയത്തിലേക്ക് കടന്നു. അവൾ പറഞ്ഞു, 5 പെൺമക്കളുള്ള ഒരമ്മയുണ്ടായിരുന്നു. അവൾക്ക് ഒരാൺതരി ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 6ാമതും അവൾ ഗർഭിണിയായി. ഈ സമയത്ത് ഭർത്താവ് വളരെ ദേഷ്യത്തോടെ ഭാര്യയോട് പറഞ്ഞു, 6ാമതുള്ള നിന്റെ പ്രസവവും പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കിപ്പോകും. ആ വാർത്ത അവളെ ഒന്നുകൂടി വേദനിപ്പിച്ചു. അവളുടെ പ്രസവം നടന്നു, അതും ഒരു പെൺകുഞ്ഞായിരുന്നു. അരിശം മൂത്ത ഭർത്താവ് ആ ചോര പൈതലിനെ വാരിയെടുത്തു കൊണ്ടുപോയി പള്ളി വരാന്തയിൽ കൊണ്ടുപോയി വെച്ചു. എന്തായിരുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശമെന്നറിയൂ? ദൈവമേ, നീ തന്നതല്ലേ, അത് നീ തന്നെ എടുത്തോളൂ എന്നായിരുന്നു പറയാതെ പറഞ്ഞത്. പിറ്റേ ദിവസം പ്രഭാത പ്രാർത്ഥനയ്ക്ക് ജനങ്ങൾ എത്തുന്നതിന് മുമ്പ് അയാൾ പള്ളി വരാന്തയിൽ പോയി നോക്കിയപ്പോൾ കുഞ്ഞ് അവിടെ തന്നെയുണ്ട്. അതെടുത്ത് വീട്ടിലേക്ക് അയാൾ മടങ്ങി. 3 ദിവസം ഇത് ആവർത്തിച്ചു. ആരും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നില്ല. ഒടുവിൽ തൻ്റെ ഭാര്യയ്ക്ക് തന്നെ ആ പെൺകുഞ്ഞിനെ കൈമാറി. 2 വർഷത്തിന് ശേഷം വീണ്ടും അവൾ 7ാമത് ഗർഭിണിയായി. പ്രസവം നടന്നു, അതും ഒരു പെൺകുഞ്ഞാകുമോ എന്നോർത്ത് ആ ഭാര്യ ഒരുപാട് ഭയപ്പെട്ടു. പെൺകുഞ്ഞിനോടുള്ള പേടിയല്ല, പക്ഷെ ഭർത്താവ് എന്ത് സമീപനം പുലർത്തുമെന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആദി. അവൾ പ്രസവിച്ചു, പക്ഷേ അതൊരു സുന്ദരനായ ആൺകുട്ടിയായിരുന്നു. ഭർത്താവിൻ്റെ സന്തോഷം പറയാനില്ല. അയാൾ മധുരം വിതരണം ചെയ്തു. ആൺകുഞ്ഞ് പിറന്നു എന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരോടും. അങ്ങനെ അവർ സന്തോഷം കൊണ്ട് ആറാടി നിൽക്കുമ്പോഴാണ് തൻ്റെ മൂത്ത മകൾ മരണപ്പെടുന്നത്. അത് വല്ലാത്ത വിഷമമായി. ഒരാൺകുഞ്ഞ് പിറന്നപ്പോൾ മൂത്ത പെൺകുട്ടി മരണപ്പെടുന്നു. ആ ദുഃഖം ഇങ്ങനെ മാറി വരുമ്പോഴാണ് പിറ്റേ വർഷം വീണ്ടും അവൾ ഗർഭിണിയാകുന്നത്. 8ാമത് ഗർഭിണിയാകുന്നു. അതിൽ സർവശക്തനായ സ്രഷ്ടാവ് കൊടുത്തതും ഒരാൺകുട്ടിയായിരുന്നു. അവർ സന്തോഷിച്ചുവെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ പെൺകുട്ടി മരണപ്പെട്ടു. വീണ്ടും 9ാമതും അവൾ ഗർഭിണിയായി. അപ്പോൾ 3ാമത്തെ പെൺകുട്ടി മരണപ്പെട്ടു. താങ്ങാവുന്നതിലപ്പുറമുള്ള സങ്കടവും പ്രയാസവുമായി. നിങ്ങൾക്ക് പെൺകുഞ്ഞ് വേണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഞാൻ തന്നെ തിരിച്ചെടുത്തോളാം എന്ന് സ്രഷ്ടാവ് പറയാതെ പറയും പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഇത് 5 മക്കളിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഒടുവിൽ ഇനി എനിക്ക് മക്കൾ വേണ്ട, ചേതനയറ്റ എൻ്റെ പെൺമക്കളുടെ ശരീരം എനിക്ക് കാണാൻ കഴിയില്ല എന്നയാൾ പറഞ്ഞു വല്ലാതെ വേദനിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയൊരു രോഗം പിടിപെട്ട് ഈ മക്കൾക്ക് 11 മക്കൾക്ക് ജന്മം നൽകിയ ആ അമ്മ മക്കളുടെ വഴിയെ യാത്രയാവുന്നത്. ഇതൊന്നുകൂടി വിഷമമായി. ഇപ്പോൾ 5 ആൺമക്കളും ഒരു പെൺകുട്ടിയും മാത്രമായി ചുരുങ്ങി. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാത്തതിൻ്റെ കാരണം നിന്നോട് പറഞ്ഞു വരികയാണ്. ആ 5 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ഏതാണെന്നറിയോ ആ പെൺകുട്ടി? ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാനാണ്. വേണ്ടെന്ന് പറഞ്ഞ് പള്ളി വരാന്തയിൽ കൊണ്ടുപോയി തള്ളിയ ആ പെൺകുട്ടിയാണ് വളർന്ന് വലുതായി നിൽക്കുന്ന ഈ ഞാൻ. എൻ്റെ 5 സഹോദരങ്ങളും പഠിച്ച് വളർന്ന് വലുതായി വിവാഹം കഴിച്ച് അവർ വിദേശ രാജ്യങ്ങളിൽ ഫാമിലിയായി താമസിക്കുകയാണ്. ഇന്ന് ഈ പാവപ്പെട്ട എൻ്റെ ഉപ്പയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരുമില്ല. അവർ വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ വരും, ഉപ്പയെ കണ്ടുകേട്ട് പോകും. ഞാൻ കൂടി ഒരു വിവാഹത്തിലേക്ക് കടന്നാൽ, ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ ഈ വൃദ്ധനായ രോഗിയായ ഉപ്പയെ പരിചരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഉപ്പയെ പരിചരിക്കാൻ വേണ്ടി രോഗിയായ എൻ്റെ ഉപ്പയുടെ സമീപത്ത് തന്നെ വിവാഹം കഴിക്കാതെ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ഉപ്പയ്ക്കിന്ന് ഉറക്കമില്ലാത്ത നാളുകളാണ്. പഴയ കാലത്ത് എന്നെ പള്ളി വരാന്തയിൽ കൊണ്ടുപോയി തള്ളിയ കഥ ഓർക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഉറക്കമില്ല. കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കാതെ എൻ്റെ ഉപ്പയുടെ സമീപത്ത് തന്നെ നിൽക്കുന്നതെന്ന്.
ആലോചിക്കണം, 1000 ആൺകുട്ടികളുണ്ടായാലും ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കും, തൻ്റെ ഒരു പെൺകുട്ടിയായിരിക്കും തനിക്ക് ഏറ്റവും കൂടുതൽ ഫലവത്താകുന്നത്, ഉപകാരപ്പെടുന്നതെന്ന് രക്ഷകർത്താക്കൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, 2 പെൺമക്കൾ ഉണ്ടാവുകയും അവരെ ദീനിയായി വളർത്തുകയും അവരെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്ത് തന്നെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന്. ആലോചിക്കുക, അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂമിയിൽ സ്വർഗത്തിലേക്കുള്ള 2 ഗോവണികൾ പണിതു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് ജന്മം നൽകിയ പെണ്ണും മറ്റൊന്ന് നാം ജന്മം നൽകിയ പെണ്ണുമാണ്.